അൻ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഖാല ഇബ്ന ആദം അഹിബ്ബല്ലാഹ യുഹിബ്ബകല്ലാഹ്. ഹസൻ ബസ്രി പറയുകയാണ്, ആദമിന്റെ സന്താനമേ, നീ അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹു നിന്നെ സ്നേഹിക്കും. വഅലം അന്നക ലാ തുഹിബ്ബുല്ലാഹ, നീ മനസ്സിലാക്കുക, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിനക്കുണ്ടാവുകയില്ല ഹത്താ തുഹിബ്ബ തഅതഹു, പുണ്യകർമ്മങ്ങൾ നീ ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാകാനുള്ള മാർഗവും പുണ്യകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ഹുബ്ബുണ്ട് എന്നതിന്റെ അടയാളവും അത് തന്നെയാണ്. അൻ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് ഖാല ലൈസ ബിസാദിഖിൻ മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹി അസ്സ വജൽ. അള്ളാഹുവിനോട് എനിക്ക് ഹുബ്ബുണ്ട് എന്നൊരാൾ വാദിച്ചാൽ അവൻ പറയുന്നത് സത്യമല്ല, അവൻ സാദിഖല്ല, സത്യസന്ധനല്ല. ഏതുവരെ? വലം യഹ്ഫൽ ഹുദൂദഹു, അള്ളാഹുവിന്റെ ഹുദൂദ്, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ, അതിരുകൾ പാലിക്കാത്തിടത്തോളം കാലം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആളുകൾ കാണാം, പ്രത്യേകിച്ച് സൂഫികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവർ അള്ളാഹുവിനോടുള്ള ഹുബ്ബിനെ കുറിച്ചൊക്കെ കുറെ സംസാരിക്കും, അതിനെക്കുറിച്ച് പഠിപ്പിക്കും. പക്ഷെ അവന്റെ ദീന് അവർ കാറ്റിൽ പറത്തിയായിരിക്കും ജീവിക്കുന്നത്. ഹറാമ് ഹലാൽ എന്നുള്ള ചിന്ത അവർക്കുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾ അവരവകാശവാദികൾ മാത്രമാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അവരുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഉള്ളതല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ അടയാളമാണ് അള്ളാഹുവിന്റെ ഹുദൂദ്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് പേടിക്കുക എന്നുള്ളത്. ഖാല മുഹമ്മദ് ഇബ്നു നുഐം റഹിമഹുല്ലാഹ് ഇന്നൽ ഖൽബ അല്ലദീ യുഹിബ്ബുല്ലാഹ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു ഖൽബ് എങ്ങനെയായിരിക്കും? യുഹിബ്ബു തഅബ വന്നസബ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ക്ഷീണവും വിയർപ്പും ഒക്കെ ഇഷ്ടപ്പെടും. ഇന്നഹു ലൻ യനാല ഹുബ്ബല്ലാഹി ബിറാഹ, വിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം നേടാൻ സാധിക്കില്ല. അപ്പൊ അള്ളാഹുവിനോട് ഹുബ്ബുണ്ടെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കഷ്ടപ്പെടുന്നത് ഒരാൾ ഇഷ്ടപ്പെടും. അത് നമുക്കറിയാവുന്നതാണ്. ദുനിയാവിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അതിന്റെ മാർഗത്തിൽ കുറച്ച് കഷ്ടപ്പെടുന്നത് അവർ അഭിമാനത്തോടെ ആരും കാണാം. അപ്പൊ നന്നായിട്ട് അധ്വാനിക്കുന്ന ആളുകൾ അവരവരുടെ കയ്യിലുള്ള തായമ്പൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ചിരിക്കും. കാരണം എന്താ? അവരിഷ്ടപ്പെടുന്ന ഒരു മാർഗത്തിലാണ് അധ്വാനിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് വേറെ ആരെങ്കിലും ഒരാളെ പിടിച്ച് മർദ്ദിച്ചിട്ട് എന്തെങ്കിലും അടയാളം ഉണ്ടായാൽ അത് അഭിമാനത്തോടെ കാണിക്കില്ല. അത് നല്ല കാര്യത്തിനാണെങ്കിൽ കാണിക്കും. അടി കിട്ടിയത് നല്ലൊരു മാർഗത്തിനാണെങ്കിൽ കാണിക്കും. അപ്പൊ ഒരാള് ഒരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു അലാമത്താണ്. അത് പൊതുവായ നിയമമാണ്, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. ആ മാർഗത്തിൽ ഉണ്ടാകുന്ന വേദനയും വിഷമവും സന്തോഷമായിട്ടാണ് കാണുക. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാട് സഹിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ആത്മാർത്ഥമാണ് എന്നതിന്റെ ഒരു അടയാളമാണ്. അൻ ഉർവത്തുൽ ബാരിഖ് റഹിമഹുല്ലാഹ് ഖാല ഹുബ്ബുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഹുബ്ബുൽ ഖുർആൻ വഹുബ്ബുർ റസൂൽ വഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമലു ബിസുന്നതിഹി. അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ് ഖുർആനോടുള്ള സ്നേഹം. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ ഒരു സിഫത്ത് അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കലാം, അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗം വേറെ എന്താണ് നമുക്കുള്ളത്? ഖുർആൻ അല്ലാതെ, ഖുർആൻ പിന്തുടരുക എന്നുള്ളതല്ലാതെ. അള്ളാഹു സംസാരിച്ച ആ സംസാരം നമുക്ക് അള്ളാഹു ഇറക്കി തന്നതാണ് ഖുർആൻ. അത് ഒരാൾ ഇഷ്ടപ്പെടുക, അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ അടയാളം. റസൂലിനോടുള്ള ഹുബ്ബിന്റെ അടയാളം സുന്നത്ത് ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. കാരണം റസൂൽ ചെയ്ത ഓരോ പ്രവൃത്തികളും റസൂൽ പറഞ്ഞ വാക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആത്മാർത്ഥമായി നമുക്ക് റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ വാദിക്കുക. എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ ഹദീസിന്റെ ഒരു കിതാബ് പോലും വായിച്ചിട്ടില്ല, ഒരു ഹദീസ് പോലും നമ്മുടെ മനസ്സിലില്ല, ഒരു ഹദീസ് നമ്മൾ ഇത്തിബാ ചെയ്യുന്നില്ല. നമ്മൾ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ പാരമ്പര്യമായി കിട്ടിയ അമലുകളുമായിട്ട് പോവുകയാണെങ്കിൽ റസൂലിനോട് ഹുബ്ബുണ്ട് എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ ഉമ്മ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അവർ എഴുതി വെച്ച കുറെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്, കുറെ ഉപദേശങ്ങളൊക്കെ, ഡയറിയോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചത് നമ്മുടെ കയ്യിലുണ്ട്. അതൊരാൾ ജീവിതത്തിൽ തുറന്നു നോക്കിയിട്ടില്ല. എന്നിട്ട് അവന് ഉമ്മാന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഉമ്മാനോട് ഹുബ്ബുണ്ട് എന്ന് വാദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയല്ലേ അള്ളാന്റെ റസൂലിന്റെ കലാം, ഹദീസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ബുഖാരിയും മുസ്ലിമും ഈ പറയപ്പെട്ട കിതാബ് റിയാദുസ് സാലിഹീനും ഇതൊക്കെ റസൂലിന്റെ കലാമാണ്. ഇത് വായിക്കാൻ, അതിന്റെ ഭാഷ പഠിക്കാൻ, അല്ലെങ്കിൽ അത് അറിയാവുന്ന ഭാഷയിലുള്ള പരിഭാഷ വായിക്കാൻ, എന്നിട്ട് അത് അമൽ ചെയ്യാൻ അതിന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് ഹുബ്ബില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഹുബ്ബ് കുറവാണ് എന്നതാണ് അതിന്റെ അർത്ഥം. عن مسلم بن يسار رحمه الله قال ما تلذذ المتلذذون بمثل الخلوة بمناجاة الله عز وجل. ഒരു മനുഷ്യനെ ആസ്വദിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആസ്വാദനമാണ് അള്ളാഹുവിനോടുള്ള രഹസ്യ സംസാരവുമായി, രഹസ്യ സംഭാഷണവുമായി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത്. ഖൽവത്ത്, ഒറ്റക്ക് ആരും കാണാത്ത അവസ്ഥയിൽ നമസ്കരിച്ചുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും അള്ളാഹുവിനോട് സംഭാഷണം നടത്തുക, അതിനേക്കാൾ വലിയൊരു ആസ്വാദനവും ഈ ലോകത്ത് ഇല്ല.